പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു തിരിച്ചടി ആ രീതിയിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ കരുതുന്നതിന് കാരണങ്ങൾ അനവധിയാണ്. പാകിസ്ഥാൻ ആ വിധത്തിൽ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക ശേഷി ഇന്ത്യയുടെ അത്രയുമില്ല. അപ്പോൾ അവർക്ക് മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിഴൽ പോരാട്ടം മാത്രമായിരിക്കും. അതാണ് ആ സ്റ്റോറിയിൽ പറഞ്ഞത്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. നേരത്തെയുള്ള പ്രതിസന്ധികളാണ് അവിടെ. ബലൂജ് വിഘടനവാദമെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ആ രാജ്യത്ത് ബലൂജ് വിഘടനവാദികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വാർത്തകളിൽ വന്നിട്ടുണ്ട്. ട്രെയിൻ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈനികർക്ക് നേരെ BLAയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. സനോജ് തുടരുന്നുണ്ട്. സനോജ്, BLAയുടെ ഭാഗത്ത് നിന്നുള്ള ഭീഷണികൾ, അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ പാക് സൈന്യം ഏറെക്കാലമായി നേരിടുന്നതാണ്. ഇപ്പോൾ വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സൈന്യത്തെ അവർ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയിരുന്നുള്ള കൃത്യമായി തരം നോക്കി തഞ്ചം നോക്കിയുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ആക്രമണ ദൃശ്യങ്ങൾ എവിടെ നിന്നുള്ളതാണ്? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ സനോജ്? അതായത് ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണത്. ബലൂച്ച് ലിബറേഷൻ ആർമി പാക് സൈനിക വാഹനത്തിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണമാണ് ഇത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ നിലനിന്ന് പോരുന്ന അവരുടെ ആ ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള, അതായത് ബലോച്ചിൻ്റെ സ്വയംഭരണാവകാശവുമായി ബന്ധപ്പെട്ട് ബലോച്ചിൽ ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന എന്ന് വേണമെങ്കിൽ ബലോച്ച് ലിബറേഷൻ ആർമിയെ പറയാം. അവർ കുറേ കാലമായി ആ മേഖലയിൽ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൈയടക്കി വെച്ചിരിക്കുന്നവരാണ്. ആ മേഖലയുടെ പല പ്രവർത്തനങ്ങളെയും അവിടെ അധികാരത്തിന് സമാന്തരമായ ഒരു അധികാരത്തിന് വേണ്ടി ആയുധങ്ങൾ ഉപയോഗിച്ച് ശ്രമം നടത്തുന്നവരാണ്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ കാര്യത്തിൽ ആഭ്യന്തര കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സൈനിക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാൻ വളരെ ദുർബലമോ അല്ലെങ്കിൽ ഛിന്നഭിന്നമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയ ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വസീരിസ്ഥാൻ മേഖലയിലാണെങ്കിലും ബലൂച്ച് പ്രവിശ്യയിലാണെങ്കിലും പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയാവുന്ന മേഖലയിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള വിഘടനവാദത്തിൻ്റെ അല്ലെങ്കിൽ സെപ്പറേറ്റിസത്തിൻ്റെ ഭാഗമായുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ. ഇപ്പോൾ ഏറ്റവും പുതിയ മറ്റൊരു വിവരം പറയാവുന്നത്, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ലാഹോർ വിമാനത്താവളത്തിൻ്റെ, നമ്മൾ പറഞ്ഞ മോൾട്ടൺ വിമാനത്താവളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഉഗ്ര സ്ഫോടനത്തിൻ്റെ ഒരു വാർത്ത പുറത്തു വരികയും അതിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാവുകയും പുകയുയരുകയും സൈറൺ മുഴങ്ങുകയും ചെയ്തതായി അവിടുത്തെ ലാഹോറിലെ പ്രദേശവാസികൾ പറഞ്ഞതായുള്ള പാക് മാധ്യമങ്ങളെ വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കറാച്ചി വിമാനത്താവളം അടച്ചിരുന്നത്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം വിമാനത്താവളം തുറക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ ലാഹോറിലെ വാൾട്ടൺ വിമാനത്താവളത്തിലെ ഈ ഉഗ്രസ്ഫോടനത്തിന് ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ കറാച്ചിയിലെയും ലാഹോറിലെയും സിയാൽകോട്ടിലെയും വിമാനത്താവളങ്ങൾ താൽക്കാലികമായിട്ടുള്ള ഫ്ലൈറ്റ് ഓപ്പറേഷനുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇത് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിമാനങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അവിടത്തേക്കുള്ള സുരക്ഷ ശക്തിപ്പെടുത്തുകയും അവിടേക്ക് തൽക്കാലത്തേക്ക് ഓപ്പറേഷൻസ് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണത്. ലക്ഷ്മി, അതിനിടെ ഇന്ത്യ കണക്കുകൾ, വിദേശകാര്യ മന്ത്രാലയം കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. ഈ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള, നിയന്ത്രണ രേഖ കടന്നുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളെക്കുറിച്ച് 59 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. പരിക്കേറ്റവരിൽ 44 പേരും പൂഞ്ചിൽ നിന്നുള്ളവരാണ്.
അങ്ങനെ സാധാരണക്കാരെ ഈ തരത്തിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിൻ്റെ വിവരങ്ങൾ കൂടി ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഈ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു സനോജ്. സാധാരണക്കാരായ മനുഷ്യർ 59 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായ കണക്കുകൾ. അതിൽ 13 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതും വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നുണ്ട്. അതെ, അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കശ്മീർ പൂഞ്ച് മേഖലയിൽ, കുപ്വാരയിൽ, ബാരാമുള്ളയിൽ, അക്നൂരിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെല്ലാക്രമണം ശക്തമായിരുന്നു. പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് ഗ്രാമവാസികൾ നിരവധി പേർ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മരണക്കണക്കിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ പറയുന്ന ഡൽഹിയിൽ നടക്കുന്ന സർവകക്ഷി യോഗം, അതിൽ ആ യോഗത്തിനെത്തുന്ന ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞ കാര്യമുണ്ട്. ഇതൊരു ഈ സിറ്റുവേഷനിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണിത് എന്ന് അദ്ദേഹം പറയുന്നു. ഓരോ നേതാക്കളും ഈ യോഗത്തിനെത്തുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. JP നഡ്ഡ, അതുപോലെ മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെ. ഇനി ഈ യോഗത്തിന് ശേഷം അവർ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ രാജ്യം ഒരുമിച്ച് നിൽക്കണം എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ പറയുന്നു.